രവീന്ദ്ര നീ എവിടെ എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് സജി സുരേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്ന മനോജ് പാലോടനാണ്. പുള്ളിയുടെ ആദ്യത്തെ സിനിമ ആസിഫ് അലി അഭിനയിച്ച ഇത് താണ്ട പോലീസ് ആയിരുന്നു. ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് സജി സുരേന്ദ്രന്റെ മറ്റൊരു കൊളാബറേറ്റർ ആയിട്ടുള്ള കൃഷ്ണ പൂജപ്പുരയാണ്. തുടക്കകാലങ്ങളിൽ കൃഷ്ണ പൂജപ്പുര ഒരുപാട് സീരിയലുകൾ എഴുതിയിട്ടുണ്ട്. ഇന്നും സാന്ത്വനം പോലെയുള്ള സീരിയലുകൾ എഴുതുന്നത് പുള്ളിയാണ്. ഒരർത്ഥത്തിൽ കൃഷ്ണ പൂജപ്പുര സിനിമാ രചനയിൽ നിന്ന് പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായത് ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റാതെ സീരിയൽ എഴുതുന്നത് പോലെ സിനിമകളും എഴുതിയതുകൊണ്ടാണ് എന്ന് പറയാം. രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയിലേക്ക് വരുമ്പോഴും എഴുത്തിന്റെ നിലവാരത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. 103 മിനിറ്റ് നേരം പൈസ കൊടുത്ത് സിനിമ കാണാമെന്ന പ്രേക്ഷകനെ പരിഹസിക്കുന്ന, ക്രിയാത്മകമായിട്ട് ഒരു എഫേർട്ടും എടുക്കാത്ത സിനിമയാണ് ഇത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള രവീന്ദ്രനാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഭാര്യ ബിന്ദുവിനും മകളോടുമൊപ്പം സന്തോഷപൂർവ്വം ജീവിക്കുന്ന രവീന്ദ്രന്റെ ജീവിതത്തിൽ ചില കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത് അയാൾ ജോലിക്ക് പോകുന്ന സമയത്ത് അയാളുടെ ഫ്ളാറ്റിലേക്ക് ഒരു സ്ഥിരം സന്ദർശകനുണ്ട് എന്ന വിവരം അറിയുമ്പോഴാണ്. ഭാര്യയെ അങ്ങനെ അയാൾ സംശയിക്കാൻ തുടങ്ങുന്നു. ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി അയാൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും അതെല്ലാം എവിടെ ചെന്ന് എത്തുന്നു എന്നതുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്ത, എങ്ങനെയാണ് നിലവിലെ മലയാള സിനിമയുടെ അവസ്ഥ അറിയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഇതുപോലൊരു കഥ ഇന്നത്തെ ഓഡിയൻസിന് വർക്കാകും എന്ന തോന്നൽ ഉണ്ടായത് എന്നാണ്. ഈ സിനിമയ്ക്ക് അകത്തുള്ള ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എന്തോ പുതുമയുള്ള സംഗതിയാണ് എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജീവിതത്തിൽ 4 സിനിമ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും ഈ സിനിമയുടെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് നമ്മുടെ സ്ഥിരം സീരിയൽ നിലവാരത്തിലുള്ള തെറ്റിദ്ധാരണ പരിപാടിയാണെന്ന്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥകളുടെ കാര്യത്തിൽ പൊതുവെ സിനിമകളെ രക്ഷപ്പെടുത്താറ് അതിൻ്റെ മേക്കിംഗ് ആയിരിക്കും. എന്നാൽ ഈ സിനിമയുടെ കാര്യത്തിൽ വിഷ്വൽ ക്രാഫ്റ്റ് എന്ന കാര്യമൊക്കെ മറന്ന് സീനുകൾ ചുമ്മാ ഷൂട്ട് ചെയ്ത് തള്ളി വിടുകയാണ്. ഈ സിനിമയുടെ പ്രധാന ലൊക്കേഷനുകളായിട്ട് ആകെ 3-4 സ്ഥലം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ ചെയ്ത് കോമഡി ഉണ്ടാക്കാൻ കഷ്ടപ്പെടുകയാണ് പടം. മൊത്തത്തിലുള്ള ഉഴപ്പ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാണാൻ സാധിക്കും. മോഹൻലാലിന്റെ ആറാട്ടിലെ ഇൻട്രൊഡക്ഷൻ സീന് മൊബൈൽ ഫോണിലിരുന്ന് കാണുന്ന രീതിയിലാണ് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് സിനിമയിലുള്ളത്. അതിൻ്റെ എല്ലാം സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് ഫുൾ വോളിയത്തിലൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് ആ മൊബൈലിന്റെ ഫ്രെയിം എങ്കിലും സ്ക്രീനിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ബോധം ഇല്ല. ഈ സിനിമയുടെ പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിട്ട് വന്നിരുന്ന ഒരു സംഗതിയാണ് ശങ്കർ മഹാദേവന്റെ ഒരു സെൽഫി വീഡിയോ. അതായത് പുള്ളി കുറെ കാലത്തിന് ശേഷം മലയാളത്തിൽ ഈ സിനിമയിലൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതായിരുന്നു. ആ പാട്ടൊക്കെ അവസാന നിമിഷം തട്ടിക്കൂട്ടി ഉപയോഗിക്കാത്ത ഫുട്ടേജുകൾ വെച്ച് വിഷ്വൽ ഉണ്ടാക്കി വെച്ചതുപോലെ ഉണ്ട് കാണാൻ. രവീന്ദ്രനെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു തളത്തിൽ ദിനേശനാക്കാനാണ് അനൂപ് മേനോൻ ശ്രമിക്കുന്നത്. ആ കഷ്ടപ്പാട് നമുക്കും കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഷീലു എബ്രഹാമാണ്. സീരിയലുകളിൽ നിന്ന് അതേപോലെ പറിച്ചെടുത്ത ഒരു കഥാപാത്രമാണ് ബിന്ദു. തിരക്കഥ തന്നെ നല്ല രീതിയിൽ ഡാമേജ് വരുത്തിയിട്ടുള്ളത് കൊണ്ട് ഷീലു എബ്രഹാമിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ തിരക്കഥയിലുള്ളത് കൊണ്ട് ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം സിനിമയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. പക്ഷേ കുറഞ്ഞ സീനുകളിൽ മാത്രമുള്ള പുള്ളിക്ക് ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല. സാമ്പത്തിക ലാഭം നേടണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇനി മുതൽ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളുടെ നിർമ്മാതാക്കൾ പ്രൊമോഷൻ സമയത്തെ ഇൻ്റർവ്യൂ വീഡിയോകളുടെ യൂട്യൂബ് റവന്യൂവിൽ ഒരു ഷെയർ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മേജർ രവിക്ക് സിനിമയിലുള്ളതിനേക്കാൾ ഫൂട്ടേജ് ഇൻ്റർവ്യൂകളിൽ ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് മികച്ച കുറച്ച് സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു അസീസ് നെടുമങ്ങാടിന് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. നായകന്റെ വിദ്യാഭ്യാസ സമ്പന്നനായ വലങ്കൈയായിട്ടാണ് ഈ സിനിമയിൽ അദ്ദേഹം വന്നിട്ടുള്ളത്. സിദ്ദിഖ്, സജിൻ ചെറുകായിൽ, സെന്തിൽ കൃഷ്ണ, സുരേഷ് കൃഷ്ണ തുടങ്ങി കുറേ പേർ ഈ സിനിമയുടെ കാസ്റ്റിലുണ്ട്. സിനിമാ നിർമ്മാണം അല്ലാതെ വേറെയും ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ട് സ്വന്തം നിർമ്മാണ കമ്പനി ഫ്ലോപ്പ് സിനിമകൾ ഉണ്ടാക്കിയാൽ അത് ടാക്സ് അടയ്ക്കുമ്പോൾ ലോസ് കാണിക്കാൻ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഷീലു എബ്രഹാം ഇതിന്റെ പ്രൊമോഷൻ സമയത്തുള്ള ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. മറ്റാരുടെയും പണം കളയാതെ സ്വന്തം ചെലവിൽ സിനിമയുണ്ടാക്കി അഭിനയം പഠിച്ച് ഇന്ന് മിനിമം സീരിയലിലെങ്കിലും തൃപ്തികരമായ അഭിനയം കാഴ്ചവെക്കാൻ പറ്റുന്ന ലെവലിൽ എത്തിയിട്ടുള്ള അവർ ഭാവിയിൽ ലോസ് കാണിക്കാൻ സീരിയൽ മേഖല തിരഞ്ഞെടുത്താൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാവുമ്പോൾ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് സമയവും പണവും ലാഭിക്കാനും തിയേറ്ററുകൾക്ക് 10 പേരെ വെച്ച് മാത്രം സിനിമ ഓടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും സാധിക്കും. ഞാൻ ചെയ്യാതിരിക്കാൻ തീരുമാനിച്ച സിനിമകളാണ് മലയാള സിനിമയ്ക്കുള്ള എൻ്റെ സംഭാവന എന്ന് പണ്ടൊരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ നിർമ്മാണത്തിൽ കാര്യമായി പണം ചെലവാക്കാത്തതുകൊണ്ട് ആ ഒരു കാര്യം ഇന്ന് മലയാളം സിനിമയിൽ പറയാനുള്ള സുവർണാവസരമുള്ളത് ഷീലു എബ്രഹാമിനാണ്. പാഴാക്കി കളയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്